3 കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ യൂത്ത് KSUവിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ കണികൾ, ഈ ഒരു ഒരു വനിതയെ, മന്ത്രിനൊക്കെ മാറ്റി വെച്ചോളൂ, വനിതയെ ആക്രമിക്കാൻ വന്നാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. വേറെ ഒന്നിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ തകർച്ചയെ കുറിച്ചിട്ടോ ചികിത്സാ പിഴവിനെ കുറിച്ചിട്ടോ എന്തു തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ടെന്നേ. ഒരു വീട്ടിൽ കയറി വന്നിട്ട് വീട് ആക്രമിക്കാൻ വരികയാണ്, അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ ആളില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് വരുന്നത്? റീത്തുമായിട്ട് വരികയാണ്, എന്നിട്ട് റീത്ത് വെക്കുകയാണ് ആ വീടിന് മുമ്പിൽ എന്നുള്ളതാണ്. അവിടെ മന്ത്രിക്ക് ഓഫീസില്ലേ, അവിടെ സെക്രട്ടേറിയറ്റ് ഇല്ലേ, അവിടെ ഫെസിലിറ്റി ഇല്ലേ, എല്ലാം ചെയ്തുകൂടെ? ഒരു വീട്ടിലേക്ക് റീത്ത് കൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താ? ഈ ആക്രമണവും പിന്നെ ഈ പറഞ്ഞ പ്രതിഷേധവും തമ്മിൽ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്? രണ്ടിനും രണ്ടായിട്ട്. ഇത് കോൺഗ്രസ്സുകാരെ ആരെങ്കിലും പഠിപ്പിക്കണോ? ഞാൻ പറയുന്നത് ഇത് ആര് ചെയ്താലും ശരിയാണെന്നല്ല, ആര് ചെയ്താലും തെറ്റാണ്. ഇത് വലിയ രീതിയിൽ ആക്രമണം നടത്തുക, എന്നിട്ട് ഇങ്ങനെയാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ മേടിക്കാൻ നിന്നാൽ മതി. അതാണ് പറയുന്നത്. ഇങ്ങനെയാണ് ആക്രമണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അയ്യോ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നേ, അതുമാത്രം ആക്രമണവും ഇത് പ്രതിഷേധമാകാൻ പാടില്ല. ഞങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് അത് ആക്രമണമാണ്, ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് പ്രതിഷേധമാണെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നിങ്ങൾ പ്രതിഷേധിക്കുമോ? പ്രതിഷേധിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ലാത്തി ചാർജ് കണ്ടിട്ടില്ലേ, അവിടെ പിന്നെ ബാരിക്കേഡ് വെച്ച് തടയുന്നത് കണ്ടിട്ടില്ലേ, അവിടെ ജലപീരങ്കി ഇത് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, കരിങ്കൊടി കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ കാണും. പക്ഷേ എന്താണ്, ഒരു വനിതയാണ് അവിടെ വരുന്നതെന്നും ഇത് മന്ത്രിയാണോ എന്നുള്ളതല്ല, അതിനേക്കാളും അപ്പുറം ഇതൊരു വനിതയാണെന്നും ഈ വനിതകൾക്ക് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും അവരുടേതായ രോഗങ്ങളും അവരുടേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഈ പറയുന്ന 20, 18, 25 ഇടയ്ക്ക് പ്രായമുള്ളവരല്ലല്ലോ, ആണോ? 50 വയസ്സിന് മേലേക്കുള്ളവരാണ് കൂടുതൽ ആൾക്കാരും. അവർക്ക് അവരുടേതായ രോഗങ്ങളുണ്ടാവാം, അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവാം, അവരുടേതായ BP, ഷുഗർ പോലെയുള്ള സാധാരണ രോഗങ്ങളുള്ള ആൾക്കാരുണ്ടാവില്ലേ? പെട്ടെന്ന് വന്ന് ചാടി വീണാൽ ഞെട്ടിയാൽ പോരാ മനുഷ്യന്, പെട്ടെന്ന് ഞെട്ടിയാൽ പോരാ, എന്താ സംഭവിക്കുക? ഇതുപോലും മനസ്സിലാക്കുന്നില്ല എന്നേ. ഇതൊക്കെ ഞാൻ പറയും. എന്നിട്ടെന്താ, ഞങ്ങൾക്ക് ഇത്രയും മനസാക്ഷിയുള്ളത് നിങ്ങൾ കണക്കാക്കിക്കോളൂ എന്ന് വിളിച്ചോടെ ചാനലിൽ വന്നിരുന്നിട്ട്. ഞങ്ങളുടെ മനസാക്ഷി ഇവരാണ് നാളെ രാവിലെ അധികാരത്തിൽ വരേണ്ടത്. ഞങ്ങൾക്ക് ഇത്രയും മനസാക്ഷിയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് നാളെ അധികാരത്തിൽ വരേണ്ടത്.